ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റായ കുർക്കുരെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. പുറമെ നിന്ന് വാങ്ങി വെറുതെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത കുർക്കുരെ വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടിൽ ഭേദം നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കുർക്കുരെ തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കുർക്കുരെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായി നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്കൊരു 3 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒരു വിസ്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലംസ് ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 4 കപ്പ് നല്ല ചൂട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടാനും ആ ഒരു പ്രൊസീജിയർ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് അധികം ആഡ് ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് ഡ്രൈ ആയതിനു ശേഷം ഇത് തീരെ കുഞ്ഞായിപ്പോവും. അപ്പോൾ അതിന് ഉപ്പ് അധികമായിപ്പോൾ. സോ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വന്നോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമ്മുടെ മാവ് അത്ര അധികം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് വീണ്ടും ഒരു 2 കപ്പ് നല്ല ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കുക്കിംഗ് പ്രൊസീജിയർ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു ട്രാൻസ്ലൂസൻറ്റ് ഫോം ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ട്രാൻസ്ലൂസൻറ്റ് ഫോമിലും ആ ഒരു കാണുമ്പോൾ തന്നെ കളർ വ്യത്യാസമായിട്ടുണ്ട്. നന്നായിട്ട് കുക്കുമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു ടീസ്പൂൺ നമ്മുടെ കറുത്ത ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് താല്പര്യം അത് ആഡ് ചെയ്തോളൂ. ജീരകം സാധാരണ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം, കറുത്ത എള്ള ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു 2 മണിക്കൂറോളം നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഫാൻ്റെ കീഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. മാവ് ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗ് അല്ലെങ്കിൽ ഒരു മിൽക്കിൻ്റെ, അതായത് പാൽ പാക്കറ്റോ ഉപ്പിൻ്റെ പാക്കറ്റോ യൂസ് ചെയ്യാം. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് ഗ്ലാസ്സിലോട്ട് വെച്ചതിന് ശേഷം ആ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ടൊന്ന് ടൈ അപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഒന്ന് കത്രിക വെച്ച് സിസർ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ വിരിച്ചു കൊടുത്തതിന് ശേഷം നീളത്തിൽ ലൈനിൽ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് ഫുള്ള് നീളത്തിൽ വരച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പകുതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല കുറേ എണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. 2 കപ്പ് മാവ് കൊണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സൺ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈകുന്നേരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫാൻ്റെ കീഴെ വെച്ച് ഇത് ഉണങ്ങിയതിന് ശേഷം പിറ്റേഴ്സ് രാവിലെ ഞാൻ നന്നായിട്ട് വെയിൽ നന്നായിട്ട് ഉണക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് സൺ ഡ്രൈ ആയതിനു ശേഷം വെയിൽ തുടങ്ങിയതിന് ശേഷമുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കോളൂ, നന്നായിട്ട് നല്ലൊരു ഒറ്റ ദിവസത്തെ വെയിലും കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കുർക്കുരെ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചെറിയ പീസസായി, അതായത് നമ്മുടെ കുർക്കുരയുടെ ആ ഒരു സൈസിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ആ ഒരു ക്രിസ്പിനെസ് ഒന്ന് കേട്ട് നോക്കിക്കോളൂ, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കുട്ടികളൊക്കെ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുർക്കുരെ എല്ലാം ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ധാരാളം ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായി നമ്മളൊരു കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ കുർക്കുരെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ആ ഒരു കുർക്കുരെ ആഡ് ചെയ്യുമ്പോൾ തന്നെ വലുപ്പത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ദാ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുർക്കുറെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു മസാല ഒന്ന് റെഡിയാക്കാം. അതിനായി ഒരു കുഞ്ഞു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശേഷം നമ്മുടെ മാംഗോ പൗഡർ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തുള്ളൂ, അതിൻ്റെ പകരം ചാറ്റ് മസാല ഇത്തിരി കൂട്ടിയെടുത്തോളൂ കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ആ ഒരു നമ്മുടെ കുർക്കുറയിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കുർക്കുറയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലകളെല്ലാം നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന കുട്ടികളുടെ ഫേവറേറ്റ് ആയ കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സർവിങ് പ്ലേറ്റിലോട്ട് സർവ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഹൈജനിക് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഒരു കുർക്കുറയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നോക്കിക്കോളൂ, എന്തൊരു ക്രിസ്പിനെസ് ആണ് അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.